ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വന്ന് തുണികളൊക്കെ കുറച്ച് കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ തുണികളൊക്കെ ആറിയിട്ടു. അത് കഴിഞ്ഞ് മേല് കഴുകി. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണി, അവർ പെരുന്നാളിന് ഡൽഹിക്ക് ടൂറ് പോയിരുന്നു. അപ്പോൾ അവർ അന്ന് തരാത്തതിൻ്റെ ആ ഒരു ഇത് ഇപ്പം ഇന്ന് പെരുന്നാളിന് ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ചോറ് ഇവിടെ ബാക്കിയായി, എന്നാലും നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് കുറച്ച് ഇരുമ്പമ്പുളി എന്ന് പറയും തെക്ക് വശത്തേക്ക്, നമ്മളവിടെ ഓർക്കാപ്പുളി എന്ന് പറയും. ശരിക്കും ഇരുമ്പൻ പുളി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കും. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഉണ്ടാക്കണതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടുപ്പത്തത് ഇങ്ങനെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ പുളിയിഞ്ചീൻ്റെ പരുവം കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ കുറുകി വരണ, അതിന് വേണ്ടിയിട്ട് കറണ്ട് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഓയിലായിട്ടും എടുത്തിട്ടുണ്ടാവുക കേട്ടോ. നല്ലെണ്ണയിലാണ് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ നല്ലത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. സ്റ്റീലിൻ്റെ ചീനച്ചട്ടി കറണ്ട് അടുപ്പിൽ പോകുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം വറ്റമുളക് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ടു. കറിവേപ്പില ഇട്ടു. ഉലുവ അതിട്ടു. അതിട്ടതിന് ശേഷം ഇഞ്ചി പച്ചമുളകും ഇങ്ങനെ കൊത്തി അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത് തൊലി കളഞ്ഞ്, പിന്നെ പച്ചമുളക് രണ്ടായിട്ടിങ്ങനെ വളർന്ന് അതും ഇട്ടിട്ട് അതും കൂടെ കൂട്ടി വഴറ്റിയതിന് ശേഷം കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. അതിന് ശേഷം പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയിട്ടുണ്ടായിരുന്നു, അതതിക്ക് ഒഴിച്ചിട്ട് അതിൽ ഇരുമ്പമ്പുളിയും കൂടെ കീറിയിട്ടാൽ പെട്ടെന്ന് അത് അലുത്ത് പോവും, അതായത് അലിഞ്ഞ് ചേരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാതെ പിന്നെ കുറച്ച് അലുക്കാൻ വേണ്ടിയിട്ട്, അതായത് അലിയാൻ വേണ്ടിയിട്ട് അത് കീറിയിട്ടുണ്ട്. അപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം കേട്ടോ. അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളക്കിയാണ് ഉണ്ടോ. കുറുകി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ശർക്കര പാവിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് ശർക്കര ഉരുക്കി ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിടന്നിട്ട് ഇങ്ങനെ കുറുകണം, അല്ലാതെ വെള്ളം ഒഴിച്ച് വേവിക്കുക ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഒന്നുകൂടെ കുറുകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വാങ്ങി വെക്കണം. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരിക്കലും പുളിയാക്കി വെക്കരുത്. സ്റ്റീൽ പാത്രങ്ങൾ പെട്ടെന്ന് ഓട്ട വീഴും ഈ പുളി തട്ടിയിട്ട്. അപ്പോൾ അത് കാരണം നല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇങ്ങനെ വരണ്ട് വരുന്ന മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നല്ലതാണ്. ഞാൻ കുറച്ചധികം ഇഞ്ചിയും പച്ചമുളകും യൂസ് ചെയ്തിട്ടുണ്ട്. ശകലം കളറിന് വേണ്ടിയിട്ട് ശകലം പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ആയതിന് ശേഷം ഞാൻ കാണിക്കാം. കുറച്ചും കൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പൂരം, അങ്ങാടിപ്പുറത്ത് പൂരം പുറപ്പാട് കഴിഞ്ഞ് അതിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ പോയി. ഇപ്പോൾ ശ്രീകുട്ടീനെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്ന ടീച്ചറെ കണ്ടു, ടീച്ചർ അനിയത്തീനെ കണ്ടു, അവരെ പരിപാടിയൊക്കെ കണ്ടു, നന്നായി ഇട്ടുണ്ട്. പിന്നെ ടീച്ചറോട് 11-ാം പൂരത്തിൻ്റെ അന്ന് കാണാമെന്നും പറഞ്ഞിട്ട് പോകുന്നു. അല്ലാതെ ഇനി പൂരത്തിന് പോകാൻ പറ്റും. രാവിലെ കടയ്ക്ക് പോകണമല്ലേ, വൈകിട്ടേ വരുള്ളൂ. ശ്രീലക്ഷ്മീനെ വിരുന്ന്
പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ സ്കൂൾ അടയ്ക്കട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം വിരുന്നൊന്നും പോയിട്ടില്ല, പൂരം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി പൂരം 11 പൂരം കഴിഞ്ഞ് 12ാമത്തെ പൂരത്തിൻ്റെ അന്നാണ് വിഷു. അപ്പോൾ നോക്കട്ടെ. അതുപോലെ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടല്ലോ വിഷു. നമുക്ക് അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നിനൊരു ഉഷാറില്ല. അമ്മ അവിടെയാണ്. അപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.